ഇവർ വിവാഹിതരായ സീരിയലിന്റെ 40ാമത്തെ എപ്പിസോഡാട്ടോ അത്. അജയ് അഞ്ജന ഉണ്ടാക്കിയ കറി അവൾക്ക് തന്നെ കൊടുക്കാട്ടോ. അങ്ങനെ അത് കഴിക്കുമ്പോഴാണ് അബദ്ധം പറ്റിയത് അഞ്ജനയ്ക്ക് മനസ്സിലാവുന്നത്. എരിവ് കൊണ്ട് അത് കഴിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അജയ് ആരും തുപ്പരുത്, തുപ്പിയാ നിന്നെ ഞാൻ ഇത് മുഴുവൻ കഴിച്ചോളണം എന്ന് പറഞ്ഞ് നല്ല വഴക്ക് പറയുന്നുണ്ട്. മുത്തശ്ശി പറയും എന്റെ വക കൂടെ ഇട്ട് കൊടുക്കുന്നു. അഞ്ജന പറയും അയ്യോ വേണ്ട. അപ്പോ മാധവൻ പറയും അച്ഛൻ്റെ വക കൂടെ. അങ്ങനെ അജയ് അത്യാവശ്യം നന്നായിട്ട് ഇട്ട് കൊടുക്കും. മുഴുവൻ കഴിച്ചിട്ട് എണീറ്റാ മതി എന്ന് പറഞ്ഞിട്ടാണ് അജയ് അവിടുന്ന് പോകുന്നത്. മുത്തശ്ശി അറിയും മുളകും ഉപ്പും ആരെങ്കിലും വാങ്ങിച്ചു വെച്ച് നേരത്തെ ഇങ്ങനെ ഉണ്ടാക്കരുത് കേട്ടോ, വല്ല മധുരമുള്ള എന്തെങ്കിലും എടുക്ക്. സംഗീതം എന്ന് പറഞ്ഞ് അവരും പോകുകയാണേ. ആ ഭവാനിക്കും അറിയാവുന്ന പണിക്ക് പോയാൽ പോരെ. അഞ്ജന പറയും അതമ്മേ അജയ് ഒന്ന് ഇമ്പ്രസ് ചെയ്യാൻ നോക്കിയതാ, ഓൾടെ ഒരു ഇമ്പ്രസ് എന്ന് പറഞ്ഞിട്ട് ഭവാനിയും ദേഷ്യത്തിൽ എണീറ്റ് പോവും. ഈ സമയം സംഗീത അഞ്ജനയെ ആശ്വസിപ്പിക്കാട്ടോ, സാരല്ല നമുക്ക് നല്ലൊരു കറി ഉണ്ടാക്കി അജയ്ക്ക് കൊടുക്കാട്ടോ. അതിനുശേഷം ഭൂമിനെ ഇട്ട കാണിക്കുന്നത് ഭൂമി ചായ ഇങ്ങനെ കുടിക്കണേ. പെട്ടെന്ന് മുമ്പൊരിക്കൽ അച്യുതൻ ഒരുപാട് ചായ കുടിച്ചപ്പോൾ ഭൂമി വഴക്ക് പറഞ്ഞതും അന്നത്തെ ആ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കാട്ടോ. പെട്ടെന്നൊരു കോള് വരും. ഭൂമിയുടെ ഒരു ഫ്രണ്ടാണ് സുമ. ഭൂമി ഞാൻ അറിഞ്ഞില്ല അതാ വരാഞ്ഞത്, എന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ലടി. അപ്പോൾ ഭൂമി അറിയും എന്തായാലും നീ ഇപ്പം എന്നെ വിളിച്ചത് നന്നായി. നമ്മളെ കോളേജിലെ ശങ്കരനാരായണൻ സാർ ഉണ്ടായിരുന്നില്ലേ, അങ്ങനെ ഇപ്പോൾ എവിടെയാണെന്നറിയോ? അപ്പോൾ സുമ പറയും അഡ്രസ്സേ വേണമെങ്കിൽ ഞാൻ നിനക്ക് മെസ്സേജ് ചെയ്യാം. അങ്ങനെ ഇവർ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാം കേട്ടോ. അങ്ങനെ ഭൂമി ഫോൺ വിളിച്ച് സംസാരിച്ചുകൊണ്ട് നടക്കുമ്പോൾ അച്യുതൻ്റെ റൂമിലെത്തുകയും അലമാര തുറക്കുമ്പോൾ ഡ്രസ്സൊക്കെ അലങ്കോലമായി കിടക്കുന്നത് കാണാം കേട്ടോ. പിന്നെ വിളിക്കാന്ന് പറഞ്ഞാൽ കോള് കട്ട് ചെയ്തിട്ട് ഭൂമി അതൊക്കെ ഒന്ന് റെഡിയാക്കാൻ തുടങ്ങും. പാവം അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും ഇങ്ങനെ കിടക്കില്ലായിരുന്നു. അങ്ങനെ തുണികളെല്ലാം അലമാരയിൽ വാരി വലിച്ചിട്ടിരിക്കുക കേട്ടോ. ഭൂമി അത് ഓരോന്നായിട്ട് എടുത്തിങ്ങനെ കട്ടിലേക്ക് ഇടുമ്പോൾ ഒരു ലെറ്റർ താഴെ വീഴാണ്. ഭൂമി അപ്പം തന്നെ അത് എടുക്കൂട്ടോ. അങ്ങനെ അത് തുറന്നു വായിക്കുമ്പോൾ ഭൂമി ഞെട്ടിപ്പോകും. എൻ്റെ മോൾക്ക് മോളറിയാൻ എനിക്ക് എന്തും സംഭവിക്കാം, ഞാൻ കൊല ചെയ്യപ്പെട്ടേക്കാം. ഭൂമി അങ്ങ് ഷോക്കായി പോകും. അച്ഛനത് മുൻകൂട്ടി കണ്ടിട്ടുണ്ടെന്നുള്ള ഒരു അവസ്ഥയിൽ ഭൂമി ഞെട്ടി നിൽക്കുക. ഇങ്ങനൊരു കത്ത് എഴുതി അച്ഛൻ സൂക്ഷിച്ചു വെച്ചത് എന്തിനാണെന്ന് അറിയുമ്പോൾ മോൾക്കൊരു അമ്പരപ്പ് തോന്നാം. പക്ഷെ മുഴുവൻ വായിച്ചു കഴിയുമ്പോഴേ മോൾക്കെല്ലാം മനസ്സിലാകൂ. മോളെ അച്ഛൻ ഏത് നിമിഷവും എന്ത് സംഭവിക്കാം, ഒരുപക്ഷെ ഞാൻ കൊല്ലപ്പെട്ടേക്കാം. ഭൂമി ആകെ പേടിക്കും. ഈശ്വര, താൻ കൊല്ലപ്പെടുന്നേ അച്ഛൻ നേരത്തെ മനസ്സിലാക്കിയിരുന്നോ? എങ്കിൽ അതിനർത്ഥം തന്നെ ആരോ കൊല്ലാൻ പോകുന്നു എന്ന് അച്ഛന് നേരത്തെ അറിയാം എന്നല്ലേ? ആരാണ് അച്ഛനെ കൊന്നതെന്നറിയാൻ ഈ കത്ത് സഹായിക്കോ? ഭൂമിയെ ആ കത്ത് ഇങ്ങനെ മുറുകെ പിടിച്ച് പൊട്ടിക്കറിയും. ശേഷം എന്തോ ആലോചിച്ച് നിൽക്കാട്ടോ അവിടെ. പിന്നെ സൗഭാഗ്യപുരത്ത് എല്ലാവരും ഉണ്ട്, ഭവാനി ഒഴികെ. മുത്തശ്ശി പറയും സത്യം പറഞ്ഞ ഭൂമിയുടെ കാര്യം ഓർത്താ എനിക്ക് വിഷമമുണ്ട്. ഈ ഭൂമിയിൽ അവൾക്ക് ആകെ ഉണ്ടായിരുന്നത് അച്ഛനും അമ്മയും മാത്രമല്ലായിരുന്നോ? അപ്പോഴായിരിക്കും ഭവാനി അവിടെ വന്നിരിക്കുന്നത്. മുത്തശ്ശി പറയും അച്ഛൻ കൊല്ലപ്പെട്ടു, അമ്മ ജയിലിലും. അനാഥത്വത്തിനേക്കാളും വലിയ വേദന എന്തുണ്ട് ജീവിതത്തിൽ? അജയ് പറയും ഭൂമിയുടെ അമ്മ നിരപരാധി തന്നെയാണെന്നാ നിഗമനം. പക്ഷെ തെളിവുകളെല്ലാം അവർക്കെതിരാ. സത്യദാസ് പറയും മോനെ, നിയമവ്യവസ്ഥയ്ക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, അവിടെ തെളിവുകളും സാക്ഷികളും മാത്രമാ പരിഗണിക്കപ്പെടുന്നത്. സംഗീത പറയും അംബികയ്ക്ക് അയാളെ കൊല്ലേണ്ട കാര്യം എന്താ, അത്രയും ആലോചിച്ചാ പോരെ അവര് നിരപരാധിയാണെന്ന് മനസ്സിലാക്കാൻ. അജയ് പറയും A to Z ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുക. മദ്യപാനം, ഭർത്താവും ഭാര്യയും തമ്മിലുള്ള വഴക്ക്, കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി, അത് കേട്ട സാക്ഷികൾ, ഫിംഗർ പ്രിന്റ് പതിഞ്ഞ കത്തി, എല്ലാ തെളിവും സാക്ഷിമൊഴിയും ഭൂമിയുടെ അമ്മ പ്രതിയാണെന്നതിലേക്കാ ചൂണ്ടിക്കാണിക്കുന്നത്. ഭവാനിക്കും അപ്പോ ആ സ്ത്രീ ശിക്ഷിക്കപ്പെടുമോ? ഇത് കേൾക്കുമ്പോ അജയ് ഇങ്ങനെ ഭവാനിയെ നോക്കുക. അല്ല, കാര്യം എന്തൊക്കെയാണെങ്കിലും എന്റെ മകളുടെ പ്രായത്തിലുള്ള കുട്ടിയല്ലേ, അവളുടെ ജീവിതം കരിന്തിരി കത്തിച്ച പോലെ ആവല്ലോ എന്ന് കരുതി ചോദിച്ചതാ. മുത്തശ്ശേരും കോടതിക്ക് തെളിവും സാക്ഷിയും അതെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? നിരപരാധിക്ക് തൂക്കുകയറ് കിട്ടും. അപ്പോ ഭവാനിക്ക് സന്തോഷാവുന്നുണ്ട് അത് കേൾക്കുമ്പോ. സത്യദാസ് പറയും മോനെ, 1000 അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നാണ് നമ്മുടെ നിയമവ്യവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോളിസി. അതുകൊണ്ടാ സംശയത്തിന്റെ നിഴലിൽപ്പെട്ടാൽ പോലും കോടതി ശിക്ഷ കൊടുക്കാത്തത്. ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, നിനക്ക് ഭൂമിയുടെ അമ്മ നിരപരാധിയാണെന്നുള്ള തോന്നലുണ്ടെങ്കിൽ അത് തെളിയിക്കാൻ സാധിക്കണം. ഭവാനി ഞെട്ടും. അതിനുവേണ്ട തെളിവുകൾ നീ തന്നെ കണ്ടെത്തണം. മുത്തശ്ശിയും സത്യം പറഞ്ഞത് ശരിയാണ് മോനെ, ഭൂമിക്ക് ആരും ഇല്ലാണ്ടാവരുത്, അവളെ അമ്മയെ എങ്ങനെയെങ്കിലും രക്ഷിച്ചു കൊണ്ടുവരണം. മാധവൻ പറയും നിന്റെ യൂണിഫോമിനെ പ്രതികളെ പിടിക്കാൻ മാത്രമല്ല നിരപരാധികളെ രക്ഷിക്കാനുള്ള പവറും വേണം. ഈ സമയം അജയ്ക്കൊരു കോള് വരണേ. ഭൂമിയാണ്. ഇത് കേൾക്കുമ്പോ എല്ലാരും അജയെ നോക്കും. ഭവാനി ഞെട്ടുന്നുണ്ട്. എന്താ ഭൂമി, എന്താ ഇപ്പൊ രാത്രി വിളിച്ചത്? ഭൂമി അറിയും സാർ, എനിക്ക് അച്ഛൻ എഴുതിയൊരു കത്ത് കിട്ടി. എന്ത് കത്ത്? ഇത് കേൾക്കുന്ന ഭവാനി ഞെട്ടിപ്പോവാട്ടോ. അത് സാർ യാദൃശ്ചികമായിട്ട് കിട്ടിയതാ. എന്നെങ്കിലും എന്റെ കയ്യിൽ കിട്ടട്ടെ എന്ന് കരുതി അച്ഛൻ ഒളിപ്പിച്ച രീതിയിലായിരുന്നു ആ കത്തിപ്പോ എന്റെ കയ്യിൽ കിട്ടിയത്. ഞാനിത് വായിച്ചു സാർ. അജയ്ക്കും എന്തായിരുന്നു ആ കത്തില്? ഭൂമി അറിയും അത് ഫോണിലൂടെ പറയാൻ കഴിയില്ല. എനിക്ക് സാറിനെ ഒന്ന് നേരിട്ട് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിലേ. സാർ, എന്റെ അമ്മ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ഈ കത്തിലുണ്ട് സാർ. സാർ ഒന്ന് സ്റ്റേഷനിലേക്ക് വരുമോ? ഞാൻ അങ്ങോട്ട് വരാം പ്ലീസ് സാർ. അപ്പൊ അജയ് ഒന്ന് ആലോചിച്ചിട്ട് ഞാൻ വരാം. താങ്ക് യു സാർ,
ഞാനിപ്പോൾ തന്നെ സ്റ്റേഷനിലേക്ക് വരാം എന്ന് പറഞ്ഞ് ഭൂമി കോൾ കട്ട് ചെയ്യാം. അജയ് പറയും, അച്ഛാ എനിക്ക് സ്റ്റേഷൻ വരെ ഒന്ന് പോകണം. ഭവാനി പറയും, ഈ രാത്രി ഇറങ്ങി പോവാനോ? വേണ്ട വേണ്ട, എന്തായാലും നാളെ രാവിലെ പോയാൽ മതി. ആന്റി എന്തീ പറയുന്നത്? ഒരു പ്രധാന കാര്യത്തിന് ഞാനീ പോകുന്നത്. ഭവാനിക്കും എന്ത് പ്രധാന കാര്യം? അതെങ്കിലും ഒന്ന് പറ. അജയ് പറയും, ഭൂമിയുടെ അച്ഛന്റെ കത്ത് കിട്ടിയിട്ടുണ്ട്. ഭവാനി ഷോക്കാവും. അവളുടെ അമ്മയല്ലേ കുടുങ്ങി കിടക്കുന്നത്. അവരെ രക്ഷിക്കാൻ പറ്റിയ എന്തോ ഒരു കാര്യം എനിക്ക് പോയേ പറ്റൂ. ചെല്ലു മോനെ എന്ന് മുത്തശ്ശി പറയും. അങ്ങനെ അജയ് അപ്പത്തന്നെ അവിടെ നിന്ന് ഇറങ്ങാം. ഭവാനി നല്ല പേടിച്ചിട്ടുണ്ട് കേട്ടോ. ആരും ഭവാനി ശ്രദ്ധിക്കുന്നില്ല, അതാണ് പ്രശ്നം. ശേഷം പിന്നീട് കാണിക്കുന്നത് അഞ്ജന അവിടെ പാട്ടും വെച്ച് ഡാൻസ് കളിക്കുക. ഭവാനി വന്നിട്ട് പറയും, നീ ഇവിടെ പാട്ടും വെച്ച് തുള്ളിക്കൊണ്ടിരുന്നു. അവനെ കൈവിട്ട് പോകുമ്പോഴേ നീ പഠിക്കത്തുള്ളൂ. അഞ്ജനയ്ക്കും, അമ്മ ഇവിടെ ആരുടെ കാര്യ പറയുന്നേ? വേറെ ആരുടെയാ? അജയുടെ. പെണ്ണുങ്ങളായ കുറച്ചൊക്കെ പിടിപ്പ് വേണം, വരച്ച വരയിൽ നിർത്താനുള്ള കഴിവ് വേണം. ഞാൻ എന്ത് ചെയ്യണമെന്ന് അമ്മ പറയുന്നേ? ഭവാനി പറയും, വെറുതെ വീട്ടിൽ സംസാരിച്ചിരിക്കുന്ന ചെക്കനാ. അവനെ ഭൂമി വിളിച്ചു, എന്താണ്ടൊക്കെ സംസാരിച്ചു. കാണണമെന്ന് പറഞ്ഞ അവൻ ഉടനെ പോകാൻ തുടങ്ങി. ഞാൻ പോണ്ടെന്ന് പറഞ്ഞപ്പോ ഒഫീഷ്യൽ ഡ്യൂട്ടിയാണെന്ന് അവൻ പറയണേ. അവളുടെ അച്ഛന്റെ മരണക്കേസ് ഒരു സൗകര്യമാണല്ലോ. ഏത് പാതിരാത്രി കാണണമെങ്കിലും ഡ്യൂട്ടിക്ക് പോവാണെന്ന് പറഞ്ഞാൽ ഇറങ്ങിയാൽ മതിയല്ലോ. അഞ്ജന അങ്ങ് പേടിക്കും. എന്നിട്ട് അജയ് പോയോ? റെഡിയാവാൻ റൂമിലേക്ക് പോയിട്ടുണ്ടേ. നീ പോയി തടയേ. പിന്നെ അവൻ ഡ്യൂട്ടിന്നേ പറയുള്ളൂ, അല്ലാണ്ട് ഭൂമിയുടെ കാര്യം പറയില്ല. ഭൂമിയുടെ കാര്യം നീ എടുത്തിട്ടുണ്ടാ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ അതൊരു ലൈസൻസ് ആവും. തൽക്കാലം രാത്രി പോകണ്ടെന്നോ മറ്റോ പറഞ്ഞാൽ മതി. ഒരു കാര്യമുണ്ട്, എന്ത് ചെയ്തിട്ടാണെങ്കിലും അവനൊന്ന് പോവരുത്, അവളെ കാണരുത്. അഞ്ജനയ്ക്ക് ദേഷ്യം വരും. അജയ് പോയില്ല, പോയാലും അതിന്റെ ശവത്തിൽ ചവിട്ടിയായിരിക്കും. ഭവാനിക്ക് സന്തോഷാവും. ഈ വാശിയാ പെണ്ണുങ്ങൾക്ക് വേണ്ടത്. ചെല്ല്. അങ്ങനെ അപ്പം തന്നെ അഞ്ജന അവിടുന്ന് പോകും. അഞ്ജന പോയി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഭവാനി ആ കമാലിനെ വിളിക്കുക. ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ചു കേൾക്കണം. ഭൂമി ഒരു കത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട്. ഒരു കാരണവശാലും ആ കത്തായിട്ട് അവൾ പോലീസ് സ്റ്റേഷനിൽ എത്താൻ പാടില്ല. കത്തെന്ന് പറയുമ്പോ എന്താ കാര്യം? ഭവാനി പറയും, സാധാരണ കത്തല്ല, മരിച്ചുപോയ അച്യുതൻ എഴുതിയതാ. അവൾ അജയോട് പറഞ്ഞത് അവളുടെ അമ്മയുടെ നിരപരാധിത്വം തെളിയിക്കാനുള്ള എന്തോ ഒന്ന് ആ കത്തിലുണ്ടെന്നാ. അതിന്റെ അർത്ഥം എന്താ? യഥാർത്ഥ കൊലയാളി ആരാണെന്നുള്ളതിന്റെ തെളിവ് അതിലുണ്ടെന്നല്ലേ? അത് സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു കാരണവശാലും ആ കത്ത് സ്റ്റേഷനിൽ എത്താൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിനക്ക് എന്തും ചെയ്യാം. ശരി മാഡം എന്ന് പറഞ്ഞാൽ കോള് കട്ട് ചെയ്യാൻ. അങ്ങനെ ഭവാനി നല്ല ദേഷ്യത്തിൽ നിൽക്കാട്ടോ. ശേഷം കാണിക്കുന്നത് അജയാണ്. അജയൻ സ്റ്റേഷനിലെ ബാലനെ സാറെ വിളിക്കാട്ടോ. ഹലോ ബാല, ഭൂമി സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട്, വെയിറ്റ് ചെയ്യാൻ പറയൂ, ഞാനിപ്പോൾ വരും. എന്തോ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ് തരാനാ. അപ്പോഴേക്കും നീ ഇതെവിടെ പോകുന്നു? അത് ഈ രാത്രിയിലെ എന്ന് വെച്ച് അഞ്ജന വരുമ്പോ അജയ് പറയും, മാർക്കറ്റ് പോവാ. നിനക്ക് വലുത് വാങ്ങിക്കണോ? അല്ല, ഈ കാക്കി ഡ്രസ് ഇട്ട് കഴിഞ്ഞാൽ ഏത് മന്ദബുദ്ധിക്ക് മനസ്സിലാവുമല്ലോ എന്തിനാണ് പോകുന്നതെന്ന്. അഞ്ജന പറയും, രാത്രി പകലെന്നില്ലാതെ എന്തിനാ അജയ് ഇങ്ങനെ ജോലി ചെയ്യുന്നത്? പ്ലീസ് റെഡ്യൂസ് ദ വർക്കിംഗ് ടൈം ഓർ റിസൈൻ ദ ജോബ്. എനിക്കിത് ഇഷ്ടപ്പെടുന്നേ ഇല്ല. നിനക്ക് എന്താ വേണ്ടത് എന്ന് അജയ് വയ്ക്കുമ്പോൾ അഞ്ജന പറയും, ഞാൻ പറഞ്ഞല്ലോ. അജയ് പറയും, ശരി, ഞാൻ ജോലി റിസൈൻ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യേണ്ടത്? അഞ്ജന പറയും, ഇവിടെ അപ്പച്ചിയുടെ പേരിൽ കുറേ ഓഫീസ് ഉണ്ടല്ലോ, അവിടെ ജോയിൻ ചെയ്യാം. എന്നിട്ട് പിന്നെ നമ്മുടെ കല്യാണം, എന്നിട്ട് സുഖമായി ജീവിക്കാം. അജയ്ക്കും എന്നിട്ടെന്താ നമുക്ക് 2-3 കുട്ടികൾ. എന്നിട്ടോ? അഞ്ജന പറയും, എന്നിട്ട് എന്തിനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്നെ അപമാനിക്കാം, എനിക്ക് മനസ്സിലായി. ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. നിന്നെ അതുപോലും വിളിക്കാൻ പറ്റില്ല, യൂസ്ലെസ്. ഞാനോ? സത്യത്തിൽ നിന്നെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല, നിനക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എടുത്തു, യൂസ്ലെസ് ഐറ്റം എന്ന് പറഞ്ഞേ അഞ്ജനയുടെ കൈ തട്ടി മാറ്റി അജയ് പോകാൻ തുടങ്ങുമ്പോൾ അഞ്ജന വീണ്ടും തടയാം. അങ്ങനെ അജയനെ അവിടെ നിന്ന് എങ്ങനെയൊക്കെ പിടിച്ചു വെക്കാൻ പറ്റുമോ അതുപോലെയൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടൊരു കാര്യം പറയല്ലേ, നിനക്ക് അനുസരിച്ചൂടെ? അജയ് അറിയും, ശരി, നീ ആദ്യമായിട്ടൊരു കാര്യം പറയല്ലേ, അതുകൊണ്ട് ഇങ്ങനെ നിർബന്ധമായിട്ട് പോകും, മാറിക്കങ്ങോട്ട് എന്ന് പറഞ്ഞ് പോകുമ്പോൾ നീ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഞാൻ നിന്റെ ഭാര്യയാവാൻ പോകുന്നതല്ലേ, നിനക്ക് ഞാൻ പറഞ്ഞത് അനുസരിച്ചൂടെ? എനിക്കത് നാണക്കേടല്ലേ എന്ന് പറഞ്ഞ് പിടിച്ചു വെച്ച് ദേഷ്യപ്പെടുമ്പോൾ നിനക്ക് ഭ്രാന്താ, വല്ല സൈക്കാട്രിസ്റ്റിനെയും കാണിക്കാൻ പറ നിന്റെ അമ്മയോട് എന്ന് പറഞ്ഞ് അജയ് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. അഞ്ജനയുടെ കൈ തട്ടി മാറ്റിയിട്ട് ഇതെല്ലാം മുകളിൽ നിന്ന് ഭവാനി കാണുന്നുണ്ട്. ചെല്ല് എന്നിങ്ങനെ ഭവാനി പറയുന്നുണ്ട്. അഞ്ജന ധൃതിയിൽ അങ്ങ് പോകുമ്പോൾ കാല് സ്ലിപ്പായി സ്റ്റെയറിൻ്റെ മുകളിൽ നിന്ന് ഉരുണ്ട് താഴേക്ക് വീഴാം. അയ്യോ മോളെ എന്ന് വിളിച്ച് അഞ്ജന എന്ന് പറഞ്ഞ് നെഞ്ഞത്ത് കൈ വെച്ച് ഭവാനി താഴേക്ക് ഇറങ്ങുക. അജയും ഇത് കണ്ട് പേടിച്ചു പോവും. അപ്പോഴേക്ക് വീട്ടിലെല്ലാവരും ഓടി വരും. വേഗം തന്നെ അഞ്ജനേനെ എടുത്ത് അവിടുന്ന് വേഗം ഹോസ്പിറ്റലിലേക്ക് പോവാണേ. സംഗീത പറയുന്നുണ്ട് ഭവാനി വന്നോട്ടേന്ന്. വേണ്ടെന്ന് പറഞ്ഞിട്ട് അജയും സത്യദാസും കൂടെയാണ് അവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. ഭവാനി കരയുമ്പോൾ സംഗീത പറയും, കരയതെ, അവർ പോയിട്ടുണ്ടല്ലോ, ഒന്നും സംഭവിക്കില്ല, വാ എന്ന് പറഞ്ഞ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവാണ്. ശേഷം പിന്നെ ഭൂമിയോ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കട്ടോ. സ്കൂട്ടിയിലാ പോകുന്നത്. പിന്നാലെ തന്നെ കമാലും ഉണ്ട്. തന്നെ ഫോളോ ചെയ്യാന്ന് ഭൂമിക്ക് ഇപ്പോഴൊന്നും മനസ്സിലായിട്ടില്ല കേട്ടോ. ഇതേ സമയം അജയ് അഞ്ജനനെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ്. അവിടെ അഞ്ജനയ്ക്കാണെങ്കിൽ ഇപ്പോഴും ബോധം വന്നിട്ടില്ല. സത്യദാസ് വേഗം വണ്ടി എടുക്കാൻ പറയുമ്പോൾ
തല ഇടിച്ചിട്ടുണ്ടാവും, അതായി മയക്കം. അങ്ങനെ വേഗം അവർ ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമിയെ അയാൾ ഫോളോ ചെയ്യുന്നത് ഇപ്പൊ ഭൂമിക്ക് ഏകദേശം മനസ്സിലായിട്ടോ. ഭൂമി ഇങ്ങനെ തിരിഞ്ഞു നോക്കി പേടിച്ചുകൊണ്ടാണ് വണ്ടി ഓടിച്ചു പോകുന്നത്. ഇതേ സമയം സത്യദാസയ്ക്കും ഏത് ഹോസ്പിറ്റലിലേക്കാ പോകുന്നത്? അപ്പോൾ അജയ് ഒരു ഹോസ്പിറ്റലിന്റെ പേര് പറയുമ്പോൾ അത് നിന്റെ സ്റ്റേഷൻ പരിധിയല്ലേ, ഇപ്പൊ ഡ്യൂട്ടി ഡോക്ടേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ, നിനക്ക് ഏതെങ്കിലും ഡോക്ടേഴ്സിനെ അറിയെങ്കിൽ ഒന്ന് വിളിക്കേ. അജയ് പറയും ന്യൂറോളജിസ്റ്റ് അല്ലേ, ആ അതാ നല്ലത്. അങ്ങനെ അജയ് അവർക്ക് കോൾ ചെയ്യാട്ടോ. ഇതേ സമയം ഭൂമിയെ പിന്തുടർന്ന് ആ കമാലുണ്ട്. ഭൂമിക്ക് ഇത് മനസ്സിലാവുന്നുണ്ട്. ഭൂമി മനസ്സിൽ വിചാരിക്കും ഇതാരായിരിക്കും, എൻ്റെ അച്ഛൻ്റെ കൊലപാതകികളിൽ ആരെങ്കിലും ആയിരിക്കോ എന്നിങ്ങനെ വിചാരിച്ചിട്ട് വേറെ വഴിക്ക് വിടട്ടോ. ഈ കമാല് വിചാരിക്കും അവള് റൂട്ട് മാറിപ്പോയല്ലോ, ഇനി പോലീസ് സ്റ്റേഷനിലേക്കല്ലേ എന്ന് വിചാരിച്ച് പിന്നാലെ തന്നെ അയാൾ പോകുന്നുണ്ട് കേട്ടോ. ഇതേ സമയം അഞ്ജനനെ സത്യദാസും അജയും കൂടെ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട്. ഇപ്പോഴും ബോധം വന്നിട്ടില്ല. അങ്ങനെ അവരിങ്ങനെ ടെൻഷനോടെ നിൽക്കുന്നിടത്താണ് ഈ ഭാഗം കഴിയുന്നത്. അതിനുശേഷമുള്ള പ്രമോലി കാണിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്